ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തമ്പനയിൽ ഓൾറെഡി കണ്ടു കാണും. നമ്മൾ വിചാരിച്ച പോലെയല്ല, പല സൺസ്ക്രീനും നമ്മളെ പറ്റിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ SPF ഇത്ര ഉണ്ടെന്ന് അവർ പറയും, പക്ഷേ അത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ അല്ല നമ്മൾ കട്ടപ്ര വെയിലത്ത് പോകുന്ന സമയത്ത് നല്ല കരിഞ്ഞ് പണ്ടാരടങ്ങി വരുന്നത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. അപ്പോ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഫേസ് വാഷ് ആണ് ഫോക്സ്റ്റൈലിന്റെ ഈ ഒരു ഫേസ് വാഷ്. ഇതിനകത്ത് ഇവർ ക്ലെയിം ചെയ്തിരുന്ന 50+ PA+++ എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒരു ചാർട്ട് ഇവിടെ കൊടുക്കാം. ആ ചാർട്ട് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ. അതിനകത്ത് അവർ പറയുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, കാരണം എനിക്കിതെല്ലാം കൂടെ ഓർത്തിരുന്ന് പറയാനുള്ള ഒരു ക്ഷമയില്ല. കാരണം ഞാൻ പെട്ടെന്ന് വന്നു, ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ കിളി പോയി. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുക്കുന്നതാണ്. ഇത് ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സാധനമൊന്നുമല്ല. റെനയാണ് ഇതിനകത്തുള്ളത്. റെനെ ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് അല്ല. അത് പറഞ്ഞിരുന്നത് അവര് 50+ എന്തോ ആണ് അവർ ക്ലെയിം ചെയ്തിരുന്നത്. പക്ഷെ അവർക്കുള്ളത് അവർ മീറ്റ് ചെയ്തത് ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സ് നടത്തിയ SPF-ന്റെ ടെസ്റ്റിൽ ആകെ അവർ ക്ലെയിം ചെയ്തത് ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു SPF മീറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ 25 0 to 25 SPF-ലാണ്. ആ ഒരു റേഞ്ചിലെ അതുണ്ടായിരുന്നുള്ളൂ റെനെ. അതുപോലെ വിഷ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്, ആക്ച്വലി ഞാനത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എനിക്കറിയില്ല, അത്ര ഫേമസ് ആയിട്ടുള്ള സാധനം ആയിരിക്കാം, മേ ബി ഞാൻ കേൾക്കാത്തതാവാം. ദെൻ ദിവൻ ഡോട്ട് ആൻഡ് കീ. സത്യം പറയാലോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇതൊരു ലോഷൻ പോലെയാണേ. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. സോ ഇതിനകത്ത് ഇവർ ക്ലെയിം ചെയ്തിരുന്നത് SPF 50 PA+++3+ ആയിരുന്നു. പക്ഷേ വൈറ്റമിൻ C+, വൈറ്റമിൻ E, സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ, ഡോട്ട് ആൻഡ് കീയുടെ എല്ലാ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇവർ ക്ലെയിം ചെയ്തിരുന്നത് ഒരു 50++ ആണ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അതിനകത്ത് ആക്ച്വലി ഒരു ആകെ മീറ്റ് ചെയ്ത് 0 to 25 SPF മാത്രം. 0 to 25 SPF മാത്രം. ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോ റീൽസിലായിക്കോട്ടെ, നമ്മുടെ ഗൂഗിളിൽ ചെക്ക് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഇത് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ഭയങ്കര വേർത്ത് ആണെന്ന് പറഞ്ഞ് മേടിക്കുന്ന സാധനങ്ങൾക്കൊന്നും SPF അത്രയും മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ മേടിച്ച് കാശ് കളയണ്ടല്ലോ. അങ്ങനെ പറയുന്നത് മേടിക്കാലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇത് പറയുന്നത്. ദെൻ ഒട്ടും മീറ്റ് ചെയ്യാത്ത വേറൊരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻ ആയിരുന്നു. അതും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ ഡീകൺസ്ട്രക്റ്റിന്റെ ഭയങ്കര ഒരു അടിമയ കണക്കിന് വാങ്ങിക്കുന്നുണ്ട്. സോ നിങ്ങളും ഒന്ന് ആലോചിക്കുക. വെയിലത്ത് പോകുമ്പോൾ നിങ്ങൾ സ്വയം റിവ്യൂ ചെയ്യുക. ഇത് ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ അവരുടെ റിവ്യൂസ് നോക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിട്ട് പുറത്ത് പോയി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇവനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട്. ഇത് SPF 50++ ആണ്. ഇവര് 4+ PA4+ ആണ് ഇവർ പറഞ്ഞിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 25 to 50 വരുന്നുണ്ട്. PA++ ഒന്നും ഇല്ല. എനിക്കറിയില്ല, ഞാനിത് എത്ര പേർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്ത് എത്ര പേര് ഇത് മേടിച്ചു എന്ന് എനിക്കെന്നെ അറിയില്ല. പക്ഷെ എന്താ പറയുന്നത്, എന്തോ കുരുത്തം കൊണ്ട് SPF 50 ഉണ്ട് ഇതിന്. SPF 50 ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ആരും ചീത്ത പറയത്തില്ല. ഇത് റെക്കമെൻഡ് ചെയ്ത ആൾക്കാരും ചീത്ത പറയത്തില്ല. എന്നാലും ഞാനിത് ഉപയോഗിക്കുന്നത് വേറെ കാര്യം. പക്ഷെ എനിക്ക് ഇവരെ ഉപയോഗിക്കാനും എടുക്കാനും എനിക്കിനി പേടിയാണ്. കാരണം ഇത് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ലല്ലോ. ഇവരുടെ മോയ്സ്ചറൈസർ അടിപൊളി സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി എനിക്ക് ഡോട്ട് ആൻഡ് കീയുടെ പ്രൊഡക്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫോക്സ്റ്റൈലിന്റെ പ്രൊഡക്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ടൊരു മോയ്സ്ചറൈസർ പണി തന്നു ഈ ഫോക്സ്റ്റൈലിന്റെ. എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. ഇത് ഞാൻ ഉപയോഗിക്കാനാണ് ചാൻസ്. കാരണം SPF 50 ഉണ്ടല്ലോ, അക്കാര്യത്തിൽ ഓക്കെ. ഇനി ഏതൊക്കെ സാധനങ്ങളാണ് അവര് പറഞ്ഞ സാധനം അതുപോലെ തന്നെ മീറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ആ ചാർട്ടിൽ നിങ്ങൾ കണ്ടു കാണും. ലാക്മി SPF 50+ ഉള്ളത്, അതായത് അവർ ക്ലെയിം ചെയ്ത SPF 50+ ആണ്. അത് മീറ്റ് ചെയ്ത സാധനങ്ങളാണ് പറയുന്നത്. ലാക്മി, മിനിമലിസ്റ്റ്, ഡെർമാക്കോ, അക്വലോജിക്ക. ഇതിനകത്ത് ഡെർമാക്കോയുടെ സാധനം ഞാൻ പണ്ടത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു സൺസ്ക്രീൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ചെറിയ സാമ്പിൾ എങ്ങാണ്ട് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വലുത് മേടിച്ചായിരുന്നു. സാമ്പിൾ വെച്ചിട്ട് റിവ്യൂ ചെയ്തുകൊണ്ട് ഞാൻ വലുത് വെച്ചിട്ട് റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു മാറ്റ് ഫിനിഷ് പോലെ ഭയങ്കരമായിട്ട് നമുക്ക് നല്ല ഒരു ഫീൽ കിട്ടുന്ന ഒരു സൺസ്ക്രീൻ ആയിരുന്നു അത്. പിന്നെ പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ മേടിച്ചില്ല. ഒരു തവണ ചെറിയൊരു സാമ്പിളും പിന്നെ ഒരു വലിയ ബോട്ടിൽ മാത്രമേ ഞാൻ മേടിച്ചുള്ളൂ. കാരണം എനിക്കിത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും വേറെ സൺസ്ക്രീനാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ അക്വലോജിക്കയുടെ ഈ ഒരു ഗ്ലോ ഉണ്ട് ഗൈസ്. അവർ SPF 50++ പറഞ്ഞത് അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പക്കയാണ് കേട്ടോ. ഇത് നല്ലതാ, ശരിയാ. ഇതിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക നമുക്കിപ്പോ വെയിലത്ത് പോയാലും നമ്മൾ കറക്കില്ല. കറക്റ്റാണ്. ഇതും
കറക്കില്ല ഗൈസ്. പക്ഷെ ഇത് ഇച്ചിരി കറക്കുന്നുണ്ട്. കറക്കുന്നല്ലോ, ഡള്ളാവുന്നുണ്ട്. നമ്മള് നല്ല വെയിലത്തൊക്കെ പോയാൽ നല്ല ഡള്ളാവും. അപ്പോ എന്തൊക്കെയോ ഇവര് നടത്തിയ ടെസ്റ്റിനകത്ത് എന്തൊക്കെയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും എന്തൊക്കെയോ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ലല്ലോ. നമ്മൾ യൂസ് ചെയ്ത് ഇപ്പൊ എന്റെ കയ്യിൽ തന്നെ 3 ഉണ്ട്. അപ്പൊ ഓർത്ത് നോക്കി, ഇതെല്ലാം യൂസ് ചെയ്ത ആൾക്കാർക്ക് നൈസായിട്ട് ഒരു ഡൗട്ട് തോന്നും. ഈ ലാക്മിയുടെ സാധനം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പണ്ട്. പക്ഷെ എനിക്കത് അത്ര വർക്കായില്ല മീൻസ് എനിക്ക് ഇച്ചിരി ഡള്ളായി പോകുന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ യൂസ് ചെയ്ത ആ ഒരു ട്യൂബ് അല്ല ഇപ്പൊ അവർ ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ഇവര് ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന വേറെയാണ്. സോ മേ ബി അതായിരിക്കാം. എനിക്ക് ലാക്മി എന്തോ ബാക്കി എല്ലാ സാധനങ്ങളും ലാക്മിയുടെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് കുറെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതുപോലെ ലിപ്സ്റ്റിക് എനിക്ക് ലാക്മി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്തോ സൺസ്ക്രീൻ അത്ര അടിപൊളിയായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഇനി മേടിക്കും. പിന്നെ ഇവനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ ചെക്ക് ചെയ്തറിയാം, എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിത് ശരിക്കും ടെസ്റ്റ് ചെയ്ത് ഞാനും നോക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലത്തൊക്കെ പോയി ഞാനിത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്രയ്ക്കൊരു കുറച്ച് വേർക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര വെയിലത്ത് പോയാൽ ചെറിയ ഡള്ളായെന്നല്ലാതെ വേറെ എനിക്ക് കണ്ടമാനം അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഇവൻ പക്കയാണ്. അപ്പോൾ നോക്കി വെച്ചോളൂ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇതായിട്ട് SPF 50+ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുള്ളതിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സൺസ്ക്രീൻ ഇതാണ്. മേ ബി ഞാൻ ഇതായിരിക്കും അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ബൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഡീകൺസ്ട്രക്ട് ഞാൻ മേടിച്ച് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സൺസ്ക്രീൻ ആയിരുന്നു. പക്ഷെ ഞാനത് ക്യാൻസൽ ചെയ്തു. ദെൻ ഡെർമാക്കോ, ഞാൻ പണ്ട് യൂസ് ചെയ്ത എൻ്റെ ഫേവറേറ്റ് ആയിരുന്ന ഒരു സാധനമാണ്. ഡെർമാക്കോയുടെ എല്ലാ സാധനങ്ങളും എനിക്ക് അടിപൊളി റിസൾട്ട് തന്നിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒന്നും എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഞാൻ എടുത്തതാണ്. കാരണം ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായി. നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു, പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കാരണം ഇതിന്റെയും ഞാൻ റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ട് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു വിഷമം, അതാണ് ഞാൻ പെട്ടെന്ന് വന്നത്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. UVA+, UVB ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ, ട്രിപ്പിൾ വൈറ്റമിൻ C, നോ വൈറ്റ് കാസ്റ്റ്, ആക്റ്റീവ് വൈറ്റമിൻ D. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ആ SPFന്റെ കാര്യത്തിൽ വളരെ വലിയൊരു അടിയായി. ഇപ്പൊ 445 രൂപയായിരുന്നു. 445 രൂപ. ഇതിന് 449 രൂപ. ഇതിന് വില കുറവാട്ടോ, 349 രൂപ. ഒരു വില വെച്ച് നോക്കുമ്പോൾ, പക്ഷെ വില വെച്ച് നോക്കുമ്പോൾ പറയുന്ന സാധനം ചെയ്യണം അല്ലേ? അതിനിപ്പോ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. അപ്പൊ എഴുതി വെച്ചിട്ട് അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതിന് നമ്മൾ എന്ത് പറയണം? എനിവേയ്സ്, അപ്പോ നിങ്ങളുടെ സൺസ്ക്രീൻ ഏതാണ്? അത് ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് പറ. ഇനി സൺസ്ക്രീൻ ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യുക. അറിയാലോ, പുതിയതായിട്ടുള്ള ഇപ്പൊ വെൽകെയർ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ് ഞാൻ ആദ്യം കേൾക്കാം. അതുപോലത്തെ ഏതെങ്കിലും കേട്ടിട്ടില്ലാത്ത സാധനങ്ങളാണ് നിങ്ങളുടെ സൺസ്ക്രീൻ എങ്കിൽ അറിയാലോ നമുക്കും കൂടി. അപ്പൊ മറക്കാതെ കമന്റ് ചെയ്യട്ടോ.